കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. ചെറുപ്പക്കാരുടെ മുന്നേറ്റം പല കാലഘട്ടങ്ങളിലും ഭരണത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പഴയകാല സമരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ വിദ്യാർത്ഥി സമരങ്ങളാണ് പലപ്പോഴും ഇന്ത്യയിൽ തന്നെ ഭരണമാറ്റത്തിന് സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പല സമരങ്ങളും വിജയിച്ചുവെങ്കിലും ആ വിജയങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായങ്ങളാണ്. ഞങ്ങൾ ഭരിച്ച കാലത്ത് ഞങ്ങൾക്കെതിരായി ഉണ്ടായ വിദ്യാർത്ഥി സമരങ്ങളിൽ അണ്ണാ ഹസാരയുടെ സമരം ഉൾപ്പെടെ, അധികം വിദ്യാർത്ഥിയല്ല, പ്രായം ചെന്നാളായിരുന്നു, അണ്ണാ ഹസാരയുടെ സമരത്തിൽ ഉൾപ്പെടെ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ പിന്തുണയുണ്ടായി. അപ്പോ യുവാക്കളുടെ മുന്നേറ്റം അംഗീകരിക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയും ഒരു പ്രധാന ഘടകമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കും. ഇവിടെ ഇന്ത്യ സഖ്യം ഒരുമിച്ചാണ് മുന്നേറിയത്. ഇന്ന് പല വാർത്താ ചാനലുകളിലും കണ്ടത് ഇന്ത്യ സഖ്യം ഒന്നായി. അതുകൊണ്ട് ഈ ജൻസിന്റെ സമരമാണ് നടന്നതെങ്കിലും അതിന്റെ ഒരു പ്രേരക ശക്തി, അതായത് തെരുവിൽ സമരം നടത്തിയപ്പോൾ ആ സമരത്തിന്റെ ഇമ്പാക്ട് സഭയിലുണ്ടാക്കിയത് ഇന്ത്യ സഖ്യ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇപ്പോൾ പഴയൊരു ചരിത്രം കേരളത്തിൽ പരിശോധിച്ചാൽ 67-69 കാലത്ത് EMS സർക്കാരിനെതിരായി നടന്ന സമരങ്ങൾ അന്ന് നടത്തിയത് യൂത്ത് കോൺഗ്രസും KSU ആണ്. പക്ഷേ ആ സമരത്തിന്റെ അലയൊലി നിയമസഭയിൽ ഉണ്ടാക്കിയത് കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള 9 അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന അന്നത്തെ പ്രതിപക്ഷമായിരുന്നു. അപ്പോൾ യുവാക്കളുടെ മുന്നേറ്റത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയും ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ ജൻസി സമരം വിജയിച്ചതിന്റെ ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് സഭയിൽ ഒരു ബില്ല് പോലും പാസാക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഗവൺമെന്റ് ഉണ്ടാക്കി. അത് ഇന്ത്യ സഖ്യം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നു. അതുകൊണ്ട് ഇതിനെ തീർച്ചയായിട്ടും യുവാക്കളുടെ ഇപ്പോ പാറ്റ, അതാണല്ലോ പാറ്റ. അപ്പോൾ ഇതിന്റെ ഒരു അന്തിമ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയുടെ കഞ്ഞിയിൽ ആദ്യമായിട്ട് പാറ്റ പോകും. കാരണം ഇവര് അധികാരത്തിൽ 2014 അധികാരത്തിൽ വരുമ്പോൾ രാജ്നാഥ് സിംഗിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, നോ റെസിഗ്നേഷൻ. അവര് ഞങ്ങളുടെ ഭരണവിധിയിൽ നോ റെസിഗ്നേഷൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൽ ആദ്യത്തെ റെസിഗ്നേഷൻ നടന്നു. അല്ല, നിങ്ങൾ പിണറായി വിജയന്റെ അഭിപ്രായം നോക്കണ്ട. അദ്ദേഹത്തിന്റെ മനസ്സ് BJPയിലും ശരീരം CPMലുമാണ്. അതുകൊണ്ട് അത് ഇതിൽ കൂട്ടണ്ട. പക്ഷെ അഖിലേന്ത്യാ തലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം ഇന്ത്യ സഖ്യവും അവര് CPI ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഭാഗമാണ്. അവരെല്ലാം ഒരുമിച്ച് നിന്നു. പിന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും മാർച്ച് നടത്തും, ഭരണകർത്താക്കളുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. ഇവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇനിയും മാർച്ച് നടത്തില്ലേ? ഇന്നലെ BJPക്കാരൻ തുടങ്ങിക്കഴിഞ്ഞു, ഇനി CPMന്റെ മാർച്ച് ഉണ്ടാവും. അതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. എവിടെ പോകണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അതാത് പാർട്ടികൾക്ക് വിട്ടുകൊടുക്കല്ലേ എന്നല്ലേ. പക്ഷേ ഇന്ത്യ സഖ്യം യോഗം ചേർന്നപ്പോൾ ജന്തർ മന്ദർ സമരം ഏറ്റെടുക്കണം എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അത് ഏറ്റെടുത്തു. നമ്മൾ അതിനൊരു കൂട്ടായ്മയായി കാണും. കാരണം അടുത്ത 2 വർഷം ഇലക്ഷന്റെ ഒരു തയ്യാറെടുപ്പാണ്. ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം ജയിക്കണം. അതിന് അവശബ്ദങ്ങൾ ഉണ്ടാക്കാതെ നോക്കേണ്ടത് നമ്മുടെ എല്ലാവരെയും ചുമതലയാണ്. ഇതിനകത്ത് ഇപ്പോ പ്രധാനമായിട്ട് ആരോപിക്കുന്നത് ഇവിടുത്തെ സംസ്ഥാനത്തെ CPM പറയുന്നത് 8 കാലി മമ്മൂഞ്ഞായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് ഈ ഒരു സമരത്തിന്റെ. അല്ല, ഞാൻ പറഞ്ഞ അത് മനസ്സ് BJPയുടെയും ശരീരം CPMലുള്ളവർ മാത്രമേ അങ്ങനെ പറയൂ. ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റുകാരും പറയില്ല. ഏതിന്റെ മാസപ്പടി കേസിൽ ഏതായാലും അത് വരട്ടെ, അതിന്റെ അന്വേഷണം പുറത്തു വരട്ടെ. അത് വരുമ്പോൾ ഓരോരുത്തരും ഓരോ ഇത് പറയല്ലോ, അതിന്റെ റിപ്പോർട്ട് പുറത്തു വരട്ടെ. പേരുകട ഇതിവിടെ മാനസികാരോഗ്യ ആശുപത്രി, അതിന്റെ പോരായ്മയുണ്ട്, ശരിയാണ്, അംഗീകരിക്കുന്നു. അതിന്റെ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഞാൻ അടുത്ത
ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഞാൻ ആശുപത്രി സന്ദർശിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് പോരായ്മകളുണ്ട്. കാരണം പല ഈ സ്വകാര്യമായി നടത്തുന്ന ചില സ്ഥാപനങ്ങളുണ്ടല്ലോ, മാനസിക ആരോഗ്യത്തിന്റെയൊക്കെ പറഞ്ഞിട്ട്, അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങൾ പോലും ഈ സർക്കാർ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒന്നാമത് ഈ ടോയ്ലറ്റുകളൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അവിടെ മുമ്പ് സന്ദർശിച്ചിട്ടുള്ളതാണ്, ടോയ്ലറ്റുകളൊക്കെ വളരെ വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. അതിന്റെ ഒരു ബദൽ സംവിധാനം എന്തായാലും ഉണ്ടാക്കും. മാനസിക രോഗികളോട് സമീപനമാണ് സർക്കാരിനുള്ളത്. കാരണം അതിൽ പലരെയും നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയും. പുനരധിവാസത്തിന്റെ കാര്യത്തിലും നടപടികൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാരണം ഇത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് പുനരധിവാസം എന്ന് പറയുന്നത്. ഇവര് പലരും രോഗം മാറിയെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാൻ ആരും തയ്യാറാവുന്നില്ല. അതാ ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിയോജകമണ്ഡലാണെന്ന് പറഞ്ഞു. സന്തോഷം, ഇങ്ങനെ ഒരു രോഗം മാറി, പക്ഷേ വീട്ടിൽ മരുന്ന് കൊടുക്കാനൊന്നും ആരുമില്ല, അതുകൊണ്ട് അവിടെ തന്നെ നിർത്തണം. ഞാൻ നടക്കില്ല പരിപാടി, രോഗം മാറിയത് വീട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ പക്ഷേ അങ്ങനെ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് പുനരധിവാസത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ആലോചിക്കണം. 30-ാം തീയതി എല്ലാ കാര്യവും ഉണ്ടാവും, പരിഹരിക്കും. അല്ല, ഞാൻ പറയുന്നത് അത് പാർട്ടിയും ഗവൺമെന്റും ആയിട്ടുള്ളൊരു കോർഡിനേഷൻ കമ്മിറ്റി KPCC അധ്യക്ഷൻ വന്നതിന് ശേഷം തീരുമാനിക്കും. ഇപ്പം അതിന്റെ ആവശ്യമില്ല. കാരണം അധ്യക്ഷനാവും. കാരണം അതിന്റെ ചർച്ചയ്ക്കാണല്ലോ മുഖ്യമന്ത്രി അവിടെ പോയത്. അപ്പോഴാണല്ലോ സമരം. ഇനി എന്തായാലും ഡൽഹിയിൽ ചർച്ചയുണ്ടാവും. അതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും.